KFC എന്നാൽ പലർക്കും ആദ്യം ഓർമ്മ വരുന്നത് വെളുത്ത സ്യൂട്ടും കറുത്ത ടൈയും വെളുത്ത താടിയുമുള്ള ഒരു പ്രായമായ വ്യക്തിയുടെ ചിത്രമായിരിക്കും. അതാണ് KFCയുടെ സ്ഥാപകനായ കേണൽ ഹർലൻ ഡേവിഡ് സാൻഡേഴ്സ്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം 60 വയസ്സിന് ശേഷം നേടിയെടുത്ത ഒരു മനുഷ്യൻ. കഠിനാധ്വാനത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും ഒരു മികച്ച ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. 1890 സെപ്റ്റംബർ 9 അമേരിക്കയിലെ ഇന്ത്യാന സ്റ്റേറ്റിലെ ഹെൻറിവില്ലെ എന്ന ചെറിയ പട്ടണത്തിലാണ് ഹർലൻ ഡേവിഡ് സാൻഡേഴ്സ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ അച്ഛൻ വിൽബർ ഡേവിഡ് സാൻഡേഴ്സ് ഒരു കർഷകനായിരുന്നു. അമ്മ മാർഗരറ്റ് ആൻ ഒരു വീട്ടമ്മയും. സാൻഡേഴ്സിന് 5 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു. ഇതോടെ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ അമ്മയുടെ ചുമലിലായി. അമ്മയ്ക്ക് പുറത്ത് ജോലിക്ക് പോകേണ്ടി വന്നതിനാൽ ഇളയ സഹോദരങ്ങളെ നോക്കേണ്ട ചുമതല സാൻഡേഴ്സിനായി. 7-ാം വയസ്സിൽ തന്നെ സാൻഡേഴ്സ് നന്നായി പാചകം ചെയ്യാൻ പഠിച്ചു. ഇത് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിർണായക വഴിത്തിരിവായി മാറി. അച്ഛന്റെ മരണശേഷം അമ്മ വീണ്ടും വിവാഹം കഴിച്ചു. എന്നാൽ രണ്ടാനച്ഛനുമായി ആൻഡേഴ്സിന് അത്ര നല്ല ബന്ധമായിരുന്നില്ല. 13-ാം വയസ്സിൽ സാൻഡേഴ്സ് വീട് വിട്ടിറങ്ങി. പിന്നീട് പല ജോലികളും ചെയ്ത് ജീവിച്ചു. കൃഷിപ്പണി, പെയിന്റിംഗ്, തീവണ്ടിയിലെ ഫയർമാൻ, സ്റ്റീം എഞ്ചിൻ സ്റ്റോക്കർ എന്നിങ്ങനെ പല ജോലികൾ. ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. ഓരോ ജോലിയിലും അദ്ദേഹം പുതിയ കാര്യങ്ങൾ പഠിച്ചു. ഈ അനുഭവങ്ങളെല്ലാം അദ്ദേഹത്തെ കൂടുതൽ കരുത്തനാക്കി. 18-ാം വയസ്സിൽ ജോസഫിൻ കിങ് എന്ന യുവതിയെ വിവാഹം കഴിച്ചു. അവർക്ക് 3 മക്കളുണ്ടായി: മാർഗരറ്റ്, സാൻഡേഴ്സ് ജൂനിയർ, മിൽഡ്രഡ്. എന്നാൽ ഈ വിവാഹം അധികകാലം നീണ്ടുനിന്നില്ല. ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ജോലിയിലെ തുടരെയുള്ള മാറ്റങ്ങളും കുടുംബജീവിതത്തിനെ ബാധിച്ചു. സാൻഡേഴ്സ് പലപ്പോഴും ജോലികൾ മാറിക്കൊണ്ടിരുന്നു. ചിലർ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിട്ടു. ചിലപ്പോൾ അദ്ദേഹം തന്നെ ജോലി ഉപേക്ഷിച്ചു. ഇൻഷുറൻസ് ഏജന്റായും ടയർ വിൽക്കുന്ന ആളായും അദ്ദേഹം ജോലി ചെയ്തു. ഓരോ ജോലിയിലും അദ്ദേഹം പരാജയങ്ങൾ നേരിട്ടു. എന്നാൽ അദ്ദേഹം ഒരിക്കലും തളർന്നില്ല. പുതിയ വഴികൾ തേടിക്കൊണ്ടിരുന്നു. 1930-കളിൽ അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യം രൂക്ഷമായ സമയത്താണ് സാൻഡേഴ്സിന് തന്റെ ജീവിതത്തിലെ വഴിത്തിരിവായ ജോലി ആരംഭിക്കുന്നത്. കെൻഡക്കി സ്റ്റേറ്റിലെ നോർത്ത് കോർബിൻ എന്ന സ്ഥലത്ത് ഒരു സർവീസ് സ്റ്റേഷനിൽ അദ്ദേഹം ജോലി തുടങ്ങി. അവിടെ വരുന്ന യാത്രക്കാർക്ക് ഭക്ഷണം നൽകുന്നതിനായി അദ്ദേഹം ഒരു ചെറിയ കട ആരംഭിച്ചു. തുടക്കത്തിൽ ഹാംബർഗറുകളും മറ്റ് സ്നാക്സുമായിരുന്നു വിറ്റിരുന്നത്. എന്നാൽ സാൻഡേഴ്സിന്റെ പാചക വൈദഗ്ധ്യം അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി. അദ്ദേഹം തന്റെ അമ്മയിൽ നിന്നും പഠിച്ച പാചക രീതികൾ ഉപയോഗിച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങി. ഈ ചിക്കൻ അവിടെ വരുന്ന യാത്രക്കാർക്കിടയിൽ വളരെ പെട്ടെന്ന് പ്രശസ്തമായി. ആളുകൾ ദൂരെ നിന്ന് പോലും അദ്ദേഹത്തിന്റെ ചിക്കൻ കഴിക്കാൻ എത്തിത്തുടങ്ങി. സാൻഡേഴ്സ് താൻ ഉണ്ടാക്കുന്ന ചിക്കൻ വിഭവത്തിന് ഒരു പ്രത്യേക രുചി നൽകുന്നതിനായി പലതരം മസാലക്കൂട്ടുകൾ പരീക്ഷിച്ചു നോക്കി. 11 തരം മസാലകളും കൂട്ടുകളും ചേർത്തുള്ള ഒരു രഹസ്യ ചേരുവ, ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. ഈ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ് KFC ചിക്കന്റെ പ്രധാന ആകർഷണം. ഈ രഹസ്യം ഇന്നും KFCയുടെ ഏറ്റവും വലിയ സ്വത്തായി കണക്കാക്കപ്പെടുന്നു. ചിക്കൻ പാചകം ചെയ്യുന്നതിലും അദ്ദേഹം ഒരു പുതിയ രീതി കൊണ്ടുവന്നു. സാധാരണയായി ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. എന്നാൽ സാൻഡേഴ്സ് പ്രഷർ കുക്കർ ഉപയോഗിച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങി. ഇത് പാചക സമയം കുറയ്ക്കാനും ചിക്കൻ കൂടുതൽ സോഫ്റ്റായി കിട്ടാനും സഹായിച്ചു. 1940-ൽ ഈ മെത്തേഡിന് അദ്ദേഹം പേറ്റന്റ് എടുത്തു. സാൻഡേഴ്സിന്റെ ചെറിയ കട വളർന്നു. അദ്ദേഹം ഒരു റെസ്റ്റോറന്റ് തന്നെ ആരംഭിച്ചു. സാൻഡേഴ്സ് കോർട്ട് ആൻഡ് കഫേ എന്നായിരുന്നു അതിന്റെ പേര്. അവിടെ അദ്ദേഹം തന്റെ പ്രശസ്തമായ ഫ്രൈഡ് ചിക്കൻ വിളമ്പി. ഈ റെസ്റ്റോറന്റ് വളരെ പെട്ടെന്ന് പോപ്പുലറായി. കെൻഡക്കി സ്റ്റേറ്റ് അദ്ദേഹത്തിന്റെ പാചക വൈദഗ്ധ്യത്തെ അനുമോദിച്ചു. 1935-ൽ കെൻഡക്കി ഗവർണർ റൂബി ലാഫൂൺ അദ്ദേഹത്തിന് കെൻഡക്കി കേണൽ എന്ന ബഹുമതി നൽകി. അന്നു മുതലാണ് അദ്ദേഹം കേണൽ സാൻഡേഴ്സ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നില്ല. ഇതൊരു ഓണററി പദവിയായിരുന്നു. തന്റെ റെസ്റ്റോറന്റ് ബിസിനസ് വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ മറ്റൊരു ആശയം ഉദിച്ചു. തന്റെ ചിക്കന്റെ രുചി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഇതിനായി അദ്ദേഹം ഫ്രാഞ്ചൈസിംഗ് എന്ന ആശയം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അതായത് തന്റെ സീക്രട്ട് ഇൻഗ്രീഡിയന്റും പാചകരീതിയും മറ്റുള്ളവർക്ക് നൽകി അവർക്ക് റെസ്റ്റോറന്റുകൾ ആരംഭിച്ച് തന്റെ പേരിൽ ചിക്കൻ വിൽക്കാൻ അനുമതി നൽകുക. ഇതിന് പകരമായി ഓരോ വിൽപ്പനയിൽ നിന്നും ഒരു ചെറിയ തുക റോയൽറ്റിയായി വാങ്ങുക. ഈ ആശയം അന്ന് അമേരിക്കയിൽ അത്ര പ്രചാരത്തിലുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ചും റെസ്റ്റോറന്റ് രംഗത്ത്. അതുകൊണ്ട് പലരും അദ്ദേഹത്തിന്റെ ഈ ആശയത്തെ സംശയത്തോടെയാണ് കണ്ടത്. എന്നാൽ കേണൽ സാൻഡേഴ്സ് തന്റെ ഈ ആശയത്തിൽ ഉറച്ചു വിശ്വസിച്ചു. 1952-ൽ യൂട്ടാ സ്റ്റേറ്റിലെ സൗത്ത് സോൾട്ട് ലേക്കിൽ കേണൽ സാൻഡേഴ്സിന്റെ ആദ്യത്തെ KFC ഫ്രാഞ്ചൈസി ആരംഭിച്ചു. പീറ്റ് ഹർമാൻ എന്ന റെസ്റ്റോറന്റ് ഉടമയായിരുന്നു ഇത് ആരംഭിച്ചത്. അദ്ദേഹം കേണൽ സാൻഡേഴ്സിന്റെ ചിക്കന്റെ രുചിയിൽ ആകൃഷ്ടനായി. അദ്ദേഹം തന്റെ റെസ്റ്റോറന്റിൽ KFC ചിക്കൻ വിൽക്കാൻ തുടങ്ങി. ഇത് വലിയ വിജയമായിരുന്നു. ഈ ആദ്യ ഫ്രാഞ്ചൈസിയുടെ വിജയത്തോടെ കേണൽ സാൻഡേഴ്സിന് ആത്മവിശ്വാസം കൂടി. അദ്ദേഹം തന്റെ കാറിൽ അമേരിക്ക മുഴുവൻ യാത്ര ചെയ്യാൻ തുടങ്ങി. മറ്റ് റെസ്റ്റോറന്റുകൾ സന്ദർശിച്ച് തന്റെ ചിക്കൻ അവരെ കൊണ്ട് രുചിച്ച് നോക്കിപ്പിച്ച് ഫ്രാഞ്ചൈസികൾ തുടങ്ങാൻ അവരെ പ്രേരിപ്പിച്ചു. പലപ്പോഴും അദ്ദേഹം റെസ്റ്റോറന്റുകളുടെ കിച്ചണിൽ കയറി സ്വന്തമായി ചിക്കൻ പാചകം ചെയ്ത് കാണിച്ചു കൊടുത്തു. കേണൽ സാൻഡേഴ്സിന് അന്ന് 60 വയസ്സിന് മുകളിലായിരുന്നു പ്രായം. ഈ പ്രായത്തിലും അദ്ദേഹം വിശ്രമമില്ലാതെ ജോലി ചെയ്തു. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും അർപ്പണബോധവും ഫലം കണ്ടു. KFC ഫ്രാഞ്ചൈസികൾ അമേരിക്കയിൽ അതിവേഗം വളർന്നു. 1960-കളോടെ അമേരിക്കയിൽ 1000-ലധികം KFC റെസ്റ്റോറന്റുകൾ ആരംഭിച്ചു. KFC ഒരു വലിയ വിജയഗാഥയായി മാറി. KFC അതിവേഗം വളർന്നപ്പോൾ കമ്പനി കൈകാര്യം ചെയ്യാൻ കേണൽ സാൻഡേഴ്സിന് ബുദ്ധിമുട്ടായി തുടങ്ങി.
അദ്ദേഹത്തിന് പ്രായമായി വരികയായിരുന്നു. ഒരു വലിയ കമ്പനിയെ നയിക്കാനുള്ള ഊർജം അദ്ദേഹത്തിന് കുറഞ്ഞു. കൂടാതെ കമ്പനിയുടെ വളർച്ചയ്ക്ക് കൂടുതൽ പണം ആവശ്യമായി വന്നു. അതുകൊണ്ട് 1964 തന്റെ 73-ാം വയസ്സിൽ കേണൽ സാൻഡേഴ്സ് KFC കമ്പനി ഒരു കൂട്ടം നിക്ഷേപകർക്ക് വിൽക്കാൻ തീരുമാനിച്ചു. ജോൺ വൈ ബ്രൗൺ ജൂനിയർ, ജാക്ക് സി മാസി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നിക്ഷേപകർ $2 മില്യൺ കമ്പനി വാങ്ങിയത്. അന്നത്തെ കാലത്ത് ഇതൊരു വലിയ തുകയായിരുന്നു. കമ്പനി വിറ്റെങ്കിലും കേണൽ സാൻഡേഴ്സ് KFCയുമായി പൂർണ്ണമായും വേർപിരിഞ്ഞില്ല. കാനഡയിലെ KFC പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം അദ്ദേഹം നിലനിർത്തി. കൂടാതെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായി അദ്ദേഹം തുടർന്നു. പ്രതിവർഷം നിശ്ചിത തുക ശമ്പളമായി കൈപ്പറ്റിക്കൊണ്ട് അദ്ദേഹം KFCയുടെ മുഖമായി തുടർന്നു. പരസ്യങ്ങളിലും പൊതുപരിപാടികളിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തു. KFCയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതിൽ ഇത് വലിയ പങ്കുവഹിച്ചു. KFCയുടെ ബ്രാൻഡ് അംബാസഡർ എന്ന നിലയിൽ അദ്ദേഹം ലോകം മുഴുവൻ യാത്ര ചെയ്തു. പുതിയ KFC റെസ്റ്റോറന്റുകൾ തുറക്കുന്ന ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തു. ആളുകളുമായി സംവദിച്ചു. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം KFCക്ക് വലിയ മൈലേജ് നൽകി. എന്നാൽ കമ്പനി പുതിയ ഉടമസ്ഥരുടെ കയ്യിലായപ്പോൾ ചില മാറ്റങ്ങൾ സംഭവിച്ചു. ലാഭം വർദ്ധിപ്പിക്കുന്നതിനായി ചെലവ് കുറയ്ക്കാൻ പുതിയ ഉടമകൾ ശ്രമിച്ചു. ഇത് ചിക്കന്റെ ഗുണനിലവാരത്തെ ബാധിച്ചുവെന്ന് കേണൽ സാൻഡേഴ്സ് വിശ്വസിച്ചു. തന്റെ രഹസ്യക്കൂട്ടും പാചകരീതിയും കൃത്യമായി പാലിക്കപ്പെടുന്നില്ലെന്ന് അദ്ദേഹം പരാതിപ്പെട്ടു. ചില സമയങ്ങളിൽ അദ്ദേഹം പരസ്യമായി KFCയുടെ ഭക്ഷണത്തെ വിമർശിച്ചു. പുതിയ ഗ്രേവിയുടെ രുചി വാൾപേപ്പർ പേസ്റ്റ് പോലെയാണെന്നും പുതിയ ചിക്കൻ റബ്ബർ ബോൾ പോലെയാണെന്നും അദ്ദേഹം പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. കമ്പനി വിറ്റെങ്കിലും തന്റെ പേരും ചിത്രവും ഉപയോഗിക്കുന്നതിൽ അദ്ദേഹത്തിന് അവകാശമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ കമ്പനിക്ക് തലവേദന സൃഷ്ടിച്ചു. 1970ഓടെ ലോകത്തെ 48 രാജ്യങ്ങളിലായി 3000 ഔട്ട്ലെറ്റുകൾ കമ്പനി ആരംഭിച്ചിരുന്നു. ഉൽപാദനത്തിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ 6ാമത്തെ വലിയ റെസ്റ്റോറന്റ് ശൃംഖലയായി KFC മാറി. കമ്പനിക്ക് അസാധാരണമായ വളർച്ചയുണ്ടായെങ്കിലും അത് വേണ്ടപടി നിയന്ത്രിക്കാൻ സാൻഡേഴ്സിനും ബ്രൗണിനും സാധിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് 1971 ബ്രൗൺ ഹൂബ്ലെൻ എന്ന കമ്പനിക്ക് KFCയെ വിറ്റു. അന്നത്തെ $285 മില്യൺ വിൽപ്പന. ഉടമസ്ഥത കൈമാറ്റം യഥാർത്ഥത്തിൽ കമ്പനിയെ ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നുവെന്ന് ബ്രൗണും സാൻഡേഴ്സും പിന്നീട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. വളർച്ച മാത്രമായിരുന്നില്ല, അമിതമായ ആത്മവിശ്വാസത്തിന്റെ ചുവട് പിടിച്ച് പലകുറി തിരിച്ചടികളും KFCക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഫാസ്റ്റ് ഫുഡ് ഔട്ട്ലെറ്റ് ഓപ്പറേഷനിൽ യാതൊരു മുൻപരിചയമില്ലാത്ത കമ്പനിയായിരുന്നു ഹൂബ്ലെൻ. കമ്പനി നടത്തിപ്പ് പലപ്പോഴും പരാജയപ്പെട്ടു. ഹോങ്കോങ്ങിലെ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്ത് 2 വർഷത്തിനുള്ളിൽ തന്നെ അടച്ചുപൂട്ടേണ്ടി വന്നു. KFCയുടെ ഗുണനിലവാരം കുറഞ്ഞുവെന്ന് പോലും ആളുകൾ പരാതിപ്പെട്ടു തുടങ്ങി. തന്റെ ഫോട്ടോ ലോഗോയിൽ വെച്ച് ഗുണം കുറഞ്ഞ ഫ്രൈഡ് ചിക്കൻ വിൽക്കുന്നതിൽ കേണൽ തന്റെ എതിർപ്പ് പലകുറി അറിയിച്ചിരുന്നു. വീണ്ടും ഇത് ആവർത്തിച്ചപ്പോൾ കേണലും ഹൂബ്ലെനും തമ്മിലുള്ള തർക്കം കോടതിയിൽ വരെ എത്തിയിരുന്നു. അതിനിടെ KFC വലിയ നഷ്ടത്തിലേക്കും കൂപ്പുകുത്തി. തുടർന്ന് മൈക്കിൾ മൈൽസ് എന്ന മാനേജറെ നിയമിച്ച് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ കമ്പനി വീണ്ടെടുക്കുകയും ചെയ്തു. 1986 ഹൂബ്ലെൻ KFCയെ പെപ്സിക്കോ കമ്പനിക്ക് വിറ്റു. അന്നത്തെ $850 മില്യൺ വിൽപ്പന. 1997 പെപ്സിക്കോ അവരുടെ റെസ്റ്റോറന്റ് ഡിവിഷനെ ആദ്യം ട്രൈക്കോൺ ഗ്ലോബൽ റെസ്റ്റോറന്റ് എന്നും പിന്നീട് യം എന്നും പേര് മാറ്റി. 1980 കേണൽ മരണപ്പെട്ടത്. ന്യൂമോണിയ ബാധയെ തുടർന്ന് മരിക്കുമ്പോൾ 90 വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം. അപ്പോഴേക്കും KFC ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ മാർക്കറ്റ് പിടിച്ചു തുടങ്ങിയിരുന്നു. 55 രാജ്യങ്ങളിലായി 5800 ഔട്ട്ലെറ്റുകളായിരുന്നു അന്ന് KFCക്ക് ഉണ്ടായിരുന്നത്. പിന്നീടുള്ള വർഷങ്ങളിൽ പല കമ്പനികൾ KFCയെ ഏറ്റെടുത്തു. പലതരത്തിലുള്ള വിഭവങ്ങൾ KFC പുറത്തിറക്കി. ഇന്ന് യം ബ്രാൻഡാണ് KFCയുടെ ഉടമസ്ഥർ. 1952 KFC അവരുടെ ആദ്യത്തെ ലോഗോ പുറത്തിറക്കിയത്. ലിപ്പിൻ കോട്ട് ആൻഡ് മർഗുലീസ് എന്ന ഡിസൈനർമാരായിരുന്നു ലോഗോ ആർട്ടിസ്റ്റുകൾ. കേണലിന്റെ മുഖം പതിപ്പിച്ച KFC എന്ന അക്ഷരങ്ങളോട് കൂടിയ ലോഗോ ആയിരുന്നു അത്. പിന്നീട് 5 തവണയോളം KFC അവരുടെ ലോഗോ മാറ്റിയിട്ടുണ്ടെങ്കിലും കേണലിന്റെ ചിരിക്കുന്ന മുഖം ഒരിക്കൽ പോലും മാറ്റിയിട്ടില്ല. 2018 അവസാനമായി ലോഗോ മാറ്റിയത്. ലോകത്തെ 118 രാജ്യങ്ങളിലായി 30,000-ലേറെ ഔട്ട്ലെറ്റുകളാണ് KFCക്കുള്ളത്. ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ഔട്ട്ലെറ്റുകൾ. ചൈനയിൽ ആദ്യമായി ഔട്ട്ലെറ്റ് ആരംഭിച്ച ഒരു വെസ്റ്റേൺ ബ്രാൻഡായിരുന്നു KFC. 1995 ബാംഗ്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ KFC സ്റ്റോർ തുറന്നത്. ഇന്ന് ഇന്ത്യയിൽ മാത്രം 600ഓളം ഔട്ട്ലെറ്റുകൾ KFCക്കുണ്ട്. 2021 ഹൈദരാബാദിലായിരുന്നു KFC അവരുടെ 25,000 ഔട്ട്ലെറ്റ് തുറന്നത്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.